ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ, തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം, ഹല്ലേലൂയ ആമേൻ. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി 8-ാം തീയതിയാണ് ചിന്താ വിഷയം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമിറങ്ങി അവരെ വെടിവെക്കുന്നു. സംഗീതം 34:7. കർത്ത ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർക്ക് പലപ്പോഴും മന്ദീഭവിച്ച മനോഭാവം ഉണ്ടാകുന്നു. അവർ ശുശ്രൂഷയ്ക്ക് വരാതെ പുറകോട്ട് പോകുന്നു. ഈ വിഷയത്തിൽ ദൈവമക്കൾ ശക്തം പ്രാർത്ഥിക്കുക. VOC ചാനലിലെ ശുശ്രൂഷ ഓർത്ത് ക്രമീകരിക്കേണ്ട സ്റ്റുഡിയോ ക്രമീകരണം, അതിന് ചെലവുകൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പക്ഷേ വടക്കേന്ത്യയിൽ ഒരു ആത്മകുതിപ്പിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. പ്രത്യേകം നമ്മുടെ ഓർഡിനറി ശുശ്രൂഷ മൂലം നമ്മൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ കാലിലെ ലിഗമെൻ്റ് പ്രയാസം ഭാരപ്പെടുന്ന ബ്രദർ ജോഷിയ ചീരനോർത്തും ലാലുച്ചിനോർത്തും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹണി സുഖകരമായ പ്രസവത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് സോഫിയ ടീച്ചർ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നു, പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 21:15. യോഹന്നാന്റെ സുവിശേഷം 21:15. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം. നമുക്ക് നന്ദി പറയാം ഒരു പ്രഭാതം തന്നതിനോർത്ത്. നമ്മുടെ ഒരു ചെറിയ ചിന്താശകലമായിട്ടെടുത്തിരിക്കുന്ന വേദഭാഗം, ആ ഒരു വാക്ക് ഇത് മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21:15. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യേശു കർത്താവ് ഒരു സംശയദൃഷ്ടിയോട് കൂടി, അല്ലെങ്കിൽ പത്രോസിനെ ഒന്ന് മൊത്തത്തിൽ സ്കാൻ ചെയ്ത് അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഇരിപ്പ് വാർത്ത, അവൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്താഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് ഇന്ന് ഈ ചിന്താശകലം മോർണിംഗ് മെസ്സേജ് കേൾക്കുന്നവരോടുള്ള വ്യക്തിപരമായ ചോദ്യമാണ്. ഇവരിൽ അധികമായി, ഒന്നുകൂടി അതിനെ തിരുത്തി പറഞ്ഞാൽ, ഈ ലോകത്തിനേക്കാൾ അധികമായി, നിൻ്റെ ഭാര്യയേക്കാൾ, ജോലിയേക്കാൾ, നിൻ്റെ കുടുംബ മഹിമയേക്കാൾ, നിൻ്റെ ഡിഗ്രിയേക്കാൾ, നിൻ്റെ ബിസിനസ്സിനേക്കാൾ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. നമ്മൾ എന്തിനാണ് ആലയത്തിൽ പോകുന്നത്, പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്ത് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു ആവശ്യങ്ങൾക്ക് മാത്രമാണ് മിക്കവരും, ഞാനും അതിൽ ഉൾപ്പെട്ടു എന്ന് പറയാം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്ക് സുഖം വേണം, നമുക്ക് സൗഖ്യം വേണം, മക്കളെ ഭാവി നന്നാവണം, പഠിപ്പുണ്ടാവണം, പ്രതാപം വേണം, സാമ്പത്തികം വേണം, വീട് പണിയണം. ഇതിനു വേണ്ടി മാത്രമാണ് ഇന്ന് മിക്ക ആളുകളും, 99% ആളുകളും ദൈവത്തെ പിൻപറ്റുന്നത്. സ്തോത്രം. വലിയ വലിയ ക്രൂസുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളുടെയും പ്രധാന ഉദ്ദേശം മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ പോക്കറ്റിക്കുന്ന പണം എൻ്റെയിലേക്ക് വരണം. അതിനുവേണ്ടി എന്തും ചെയ്ത് കൂട്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് നമ്മുടെ ഉള്ള വ്യക്തിപരമായ ചോദ്യമാണ്. നമുക്ക് കർത്താവെ, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോഴും നമുക്ക് അതിലോട്ട് കുതിക്കാം. നമുക്ക് ആത്മാർത്ഥമായി ദൈവിക പ്രവർത്തികളിൽ ദൈവത്തെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി അതിലോട്ട് ശ്രദ്ധ കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയായി ഇന്നലെ രാത്രി 10:30 മണിക്ക് തുടങ്ങിയിട്ട് നമ്മുടെ മുഴുവൻ പ്രാർത്ഥന പുലർച്ചെ 3:15 വരെയ്ക്ക് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. പലരും അതിലെ പങ്കുകാരായിരുന്നു, പലരും അതിൽ ചേർന്നു, പ്രാർത്ഥിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൈവശമുള്ള മിഷൻ എക്സ്പോയുടെ പ്രാർത്ഥന കാർഡിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങൾ ശക്തി പ്രാർത്ഥിക്കണമേ. ശുശ്രൂഷകൾ ബലപ്പെടുന്ന പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കരുതുന്ന കർത്താവേ, നല്ല പ്രഭാതത്തിൻ്റെ സ്തോത്രം അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകളാലും
നന്മ നിറക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പോരാട്ടം വിടുവിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുന്നതാക്കും നീ സഹായിക്കണമേ. കൃപയെ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.